ഹായ് ഫ്രണ്ട്സ്, റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാണ്ട് തന്നെ നല്ല കുറുകിയ മീൻകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ മീൻകറി റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തെടുത്ത തക്കാളികളെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ദോശക്കല്ല് നമുക്കൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി ഈ ദോശക്കല്ലിലേക്ക് നമ്മൾ നേരത്തെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളികളെല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ എല്ലാ പീസുകളും നമുക്കിങ്ങനെ നിരത്തി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളികളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 6 കഷ്ണത്തോളം ചുവന്നുള്ളിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വാടണ വരെയും വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ തക്കാളി ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിടാം. നമ്മൾ തക്കാളി ഫ്രൈ ചെയ്യാൻ വയ്ക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വയ്ക്കാൻ. ഇപ്പോൾ നമ്മുടെ തക്കാളികളെല്ലാം നമുക്ക് നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മറു സൈഡും കൂടി ഒന്ന് ഫ്രൈ ആവണ വരെയും വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി മറു സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ തൊലി ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. നല്ലോണം ഫ്രൈ ആയതായതുകൊണ്ട് തൊലി മാറ്റാൻ ബുദ്ധിമുട്ടില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. തക്കാളി നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ടത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ഒരു ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ലോണം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള പാൽ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ഇത് റെഡിയാക്കാൻ വേണ്ടി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും. ഇതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം ബാക്കി ചേരുവകൾ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം വാടണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഇളക്കി വാടണ വരെയും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം വാടി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. എനിക്ക് അത്യാവശ്യം എരിവ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ചൂടാവണ വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ നിറച്ച് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പുളിയുള്ള 2 കഷ്ണം കുടംപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇവിടെ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ 1/2 കിലോ സ്രാവ് മീനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മീനെല്ലാം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നല്ലോണം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. തിളയ്ക്കണ വരെയും ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ലോണം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി വെച്ചിട്ട് 20 മിനിറ്റായി. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്നു വെച്ച് മീഡിയം ഫ്ലെയിമിൽ തുറന്നു വെച്ച് ചാറൊക്കെ കുറുകാൻ വേണ്ടിയിട്ടൊന്ന് തുറന്നു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കറി നല്ലോണം ചാറൊക്കെ കുറുകി റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്.
ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ നിങ്ങളിനി മീൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മുടെ മീൻ കറി നല്ലോണം തിളച്ച് ചാറൊക്കെ കുറുകി നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് നല്ല സെറ്റപ്പായിട്ടുണ്ട്. ചാറൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറി കഴിയുമ്പോഴാണ് മീൻകറി ശരിക്കും ചാറൊക്കെ കുറുകി കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ ഒരു പാകത്തിൽ വാങ്ങി വെച്ചാലും തണുത്ത് കഴിയുമ്പോൾ മീൻകറി നല്ലോണം കുറുകി വരും. ഇപ്പം നമ്മുടെ മീൻകറി ചൂടൊക്കെ ആറി നല്ലോണം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകിയ ചാറായി വന്നിട്ടുണ്ട്. നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.